ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 വർഷത്തിലെ 9ാം ക്ലാസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. 50 minutes is school of time. Read the questions and instructions carefully before writing the answers. While answering the questions, consider score and time. എന്താണ് അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. ആൻസർ എഴുതുമ്പോൾ സ്കോറും അതുപോലെ തന്നെ ടൈമും ഒക്കെ ശ്രദ്ധിച്ച് മാനേജ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. Answer any 7 questions from 1 to 8. Each carry 2 scores. അപ്പോൾ എന്താണ് 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 7 ഉത്തരം എഴുതാം. ഓരോന്നിനും 2 മാർക്ക് വീതം. Identify the parts of the wave represented letters A and B in the പിക്ചർ. അപ്പോൾ ഒരു വേവിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ എ എന്താണ്, അതുപോലെ തന്നെ ബി എന്താണെന്ന് എഴുതുക. എ എന്താണ്? എ എന്ന് പറഞ്ഞത് വേവ് ലെങ്ത് ആണ്. ദെൻ ബി എന്ന് പറഞ്ഞത് എന്താ? ട്രഫാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം. നെയിം ദ കൗൺസിൽ വിച്ച് ഹെൽപ്പ് ദ മറാത്ത റൂളർ ശിവജി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഹൂ ഫങ്ഷൻ the role of royal correspondence in this council. Name the council which helped the Maratha ruler Shivaji in the administration. അപ്പോൾ ശിവജീനെ അഡ്മിനിസ്ട്രേഷനിൽ സഹായിച്ച കൗൺസിൽ എന്താണ്? ഏത് കൗൺസിലാണ്? അഷ്ടപ്രധാനാണ്. എന്താണ് അഷ്ടപ്രധാൻ? ഹൂ ഫങ്ഷൻ ദ റോൾ ഓഫ് റോയൽ കറസ്പോണ്ടൻസ് ഇൻ ദിസ് കൗൺസിൽ? ആരാണ്? സജീവൻ ആണ്. സജീവൻ, അഷ്ടപ്രധാന് സജീവൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. ഗീവ് എക്സാമ്പിൾ ഫോർ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ബൈ വിൻഡ്. അപ്പോൾ ഇറോഷണലും അതുപോലെ തന്നെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിൻ്റെ എക്സാമ്പിൾ എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ്? വിൻഡ് എറോഷൻ ഏതൊക്കെ വരും? മഷ്റൂം റോക്സും അതുപോലെ തന്നെ ഡെപ്പോസിഷനിൽ വരുമ്പോൾ സാൻഡ് ഡ്യൂൺസും ബാർച്ചസും വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. Write any 2 limitations of per capita income as a development index. ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് per capita ഇൻകത്തിൻ്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് എഴുതുക. ഓക്കെ, per capita income is an average income. This is merely a numerical calculation. While calculating economic development on the basis of per capita income, it cannot be claimed that improvement in the quality of living has been attained if the rich poor disparity persist. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ സ്വരാജ്യ ആൻഡ് മൊഗലായി. മൊഗലായും സ്വരാജ്യയും എന്താണ്? ദ മറാത്ത കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു 2, സ്വരാജ്യ ആൻഡ് മൊഗലായി. അപ്പോൾ മറാത്ത കിങ്ഡം 2ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു, സ്വരാജ്യ അതുപോലെ തന്നെ മൊഗലായി എന്ന് പറഞ്ഞിട്ട്. The Swarajya was the territories of the Marathas. അപ്പോൾ മറാത്തയുടെ ടെറിഷറീസ് ആണ് എന്ത്? സ്വരാജ്യ എന്ന് പറഞ്ഞാൽ. മൊഗലായി വാസ് ദ റീജിയൻസ് ആൻഡ് എക്സെപ്റ്റ് ടു ദ കിങ്ഡം. അപ്പോൾ മൊഗലായി എന്ന് പറഞ്ഞാലോ ഒരു റീജിയൻ ആണ് മൊഗലായി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം. മെൻഷൻ എനി 2 landforms commonly seen in the middle courses of a river. മെൻഷൻ എനി 2 landforms commonly seen in the middle courses of a river. അപ്പോൾ ഏതൊക്കെ? മിയാൻഡേഴ്സും അതുപോലെ തന്നെ ഓക്സ്ബോ ലേക്സും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ ട്രേഡ് ഗ്രൂപ്പ് ഇൻ മിഡീവിയൽ ഇന്ത്യ. അപ്പോൾ ഒരു ഡയഗ്രാമാണ് ട്രേഡ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട്. ദെൻ ട്രേഡ് ഗ്രൂപ്പ് മിഡീവിയൽ ഇന്ത്യയുടെ ട്രേഡ് ഗ്രൂപ്പ് 2ആയി തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് മുൽത്താൻസും ഖുറോസോനീസും തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്തായിരിക്കും അവിടെ വരിക? മാർവാഡീസും അതുപോലെ തന്നെ ഗുജറാത്തീസും. ഓക്കെ, മാർവാഡീസും ഗുജറാത്തീസും കോസ്റ്റലൈൻ ട്രേഡ് ആണ്. അപ്പോൾ മുൽത്താൻസും ഖുറോസോണീസും എന്താണ്? ഇൻലാൻഡ് ട്രേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എട്ടാമത്തെ ചോദ്യം. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതുക.
Its propagators were the saints who were Bhakti poets, challenged the conservative Brahmanic traditions. Okay, അപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് ഫീച്ചർ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻസർ എനി 6 questions from 9 to 15 ഈച്ച് ക്യാരീസ് 3 scores. എന്താണ് 9 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. ദെൻ 9ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, റൈറ്റ് എനി 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതുക. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? സർട്ടൻ ഡ്യൂട്ടീസ് ആർ ടു ബി പെർഫോംഡ് ബൈ ദ സിറ്റിസൺ ടുവാർഡ്സ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻസ്. ദീസ് ഡ്യൂട്ടീസ് ആർ നോൺ ആസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഒരുപാട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബൽ ഐഡിയാസ് വിച്ച് ഇൻസ്പയർ അവർ നേഷൻ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, to uphold and protect the sovereignty, unity and integrity of India. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ 10ാമത്തെ ചോദ്യം, ഹൗ ആർ ഫ്ലഡ് പ്ലെയിൻസ് ഫോംഡ്, ഇവാലുവേറ്റ്സ് ഇറ്റ്സ് അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിൻസ് ഫോംഡ് ആവുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്താണ്? ദ ഡെപ്പോസിഷൻ ഓഫ് അലുവിയം അലോങ് ബോത്ത് ദ ഫ്ലഡഡ് ബാങ്ക്സ് ഓഫ് ദ റിവേഴ്സ് മേ കോസ് ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ്. സച്ച് പ്ലെയിൻസ് ആർ കോൾഡ് ഫ്ലഡ് പ്ലെയിൻസ്. മെനി ഓഫ് ദ ഫേമസ് സിവിലൈസേഷൻ ഹാവ് ടേക്കൺ ബർത്ത് അലോങ് സച്ച് ഫ്ലഡ് പ്ലെയിൻസ്. Floodplains are very significant as they are suitable for agriculture due to the presence of alluvium soil. Okay, in next 11th question, 11ാമത്തെ ചോദ്യം, how far did the invention of new technology help the progress in occupational sectors in medieval India? എന്താണ് ഹൗ ഫാർ ഡിഡ് ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്, ഈ പുതിയ ടെക്നോളജീസിൻ്റെ ഇൻവെൻഷനും കണ്ടുപിടുത്തമൊക്കെ മിഡീവിയൽ ഇന്ത്യനെ എങ്ങനെയാണ് ഒക്കുപേഷനിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്? അപ്പോൾ നമുക്ക് നോക്കാം. ദ യൂസ് ഓഫ് ചർക്ക വേ ദ കീ ഫാക്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇറ്റ് വാസ് ഇൻ ദ 14th century that ചർക്ക began to be used in India. Indians adopted this technology from the Chinese. With the advent of charkha, the production of yarn increases by 6 times. Weaving also advanced along with spinning. The invention of loom brought tremendous changes in weaving. The technology for the production of silk from silkworms also spread widely during that period. It was Bengal that pioneered the production of silk in the 14th century. Metallurgy and mining were other industries that flourished in this period. Those who were engaged in metallurgy mostly produced agricultural tools and war equipments. The production of horseshoe and iron syrup made drastic changes in war technology. Copper and gems were mined from Rajasthan and Golconda respectively. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒക്യുപ്പേഷനിൽ സ്വാധീനിച്ചത്. അപ്പോൾ കൂട്ടുകാർ ഇത് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയാലും മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. What is sustainable development? Write any 2 goals of sustainable development. അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 2 ഗോൾസ് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. The Brundtland Commission, appointed by the United Nations Organization, has defined sustainable development as development which meets the needs of a present without compromising the ability of future generations to meet their own needs. This is called sustainable development. Then sustainable development has 3 main goals: environmental goals, economic goals and social goals. അപ്പോൾ ഏതെങ്കിലും 2 ഗോൾസ് എഴുതിയാൽ മതി. ഇവിടെ ഇപ്പോൾ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. 13th question, how are tides helpful to human beings? എങ്ങനെയാണ് ടൈഡ്സ് ഹ്യൂമൻ ബീങ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്? The debris dumped along the seashores and ports are washed off to the deep sea. The formation of deltas is disrupted due to strong tides. Brackish water can be collected in salt plants during high tides. The fishermen
make use of the tides for going and returning from the sea in catamarans. Okay. The next question, complete the table related to women representation in Bhakti movement. Table complete cheyane A. Mirabai, B. then കാശ്മീർ അക്ക മഹാദേവി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ മീരാബായ് എവിടുത്തെയാണ്? രാജസ്ഥാൻ. മീരാബായ് രാജസ്ഥാൻ. ദെൻ കാശ്മീരിൽ എന്താണ്? ലാൽഡഡ്. അതാണ് ലാൽഡഡ്. ഓക്കെ. ഇനി അക്ക മഹാദേവി കർണാടക. ഓക്കെ. ഇനി നെക്സ്റ്റ്, റൈറ്റ് എനി 3 ഐഡിയാസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 3 ഐഡിയാസ് എഴുതുക. ഏതൊക്കെയാണ്? upheld the dignity of labor, opposed caste system. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Then അടുത്ത ചോദ്യം, ആൻസർ എനി 9 questions from 16 to 25. ഈച്ച് carries 4 scores. അപ്പോൾ 16 മുതൽ 25 വരെയുള്ളതിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ സൗത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രോഗ്രസ്സിന് സ്വാധീനിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി, അലുവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ്, കനാൽ കൺസ്ട്രക്ഷൻ ഫോർ ഇറിഗേഷൻ ബൈ ദ ചോള കിങ്സ്, ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ സാമിറ്റീസ് ദാറ്റ് വർക്ക്ഡ് അണ്ടർ ദ സബാസ് ബോഡി ഫോർ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഓഷ്യൻ കറൻസ് ആസ് വാം കറൻസ് ആൻഡ് കോൾഡ് കറൻസ്. അപ്പോൾ വാം കറൻറ്റും കോൾഡ് കറൻറ്റുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ ബ്രസീലിയൻ കറൻറ്റ്, ലാബ്രോഡർ കറൻറ്റ്, ഹാംബോൾഡ് കറൻറ്റ്, അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം. അപ്പോൾ നമുക്ക് ആദ്യം വാം കറൻസ് നോക്കാം. വാം കറൻസിൽ വരെ ഏതൊക്കെയാണ്? ബ്രസീലിയൻ കറൻറ്റും അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീമും. ഇനി നെക്സ്റ്റ് കോൾഡ് കറൻസിൽ ലബ്രോഡർ കറൻറ്റും അതുപോലെ തന്നെ ഹാംബോൾഡ് കറൻറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്? എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? അപ്പോൾ ആദ്യം എക്കണോമിക് ഗ്രോത്ത് നമുക്ക് നോക്കാം. ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രൊഡക്ഷൻ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, ക്വാണ്ടിറ്റേറ്റീവ് മെഷർ, എംഫാസിസ് ഇസ് പുവർലി ഓൺ ദ എക്കണോമിക് ഫാക്ടേഴ്സ്, ഗ്രോത്ത് ഹാപ്പൻസ് ഇൻ എ ഷോർട്ട് ടേം. ഓക്കെ. അതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വാരിയസ് ഇൻഡിസസ് സച്ച് ആസ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എക്സെട്ര. ക്വാളിറ്റേറ്റീവ് മെഷർ എംഫാസിസ് ഓൺ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ. അപ്പോൾ ഇതാണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. Market reforms of Alauddin Khilji helped in strengthening the military power during the Sultanate period. Evaluate this statement. എന്താണ്? മാർക്കറ്റ് റിഫോംസ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റിഫോംസ് എന്ന് പറയുന്നത് മിലിറ്ററി പവർ സ്ട്രെങ്തൻ ചെയ്യാൻ സുൽത്താനേറ്റ് പീരീഡിലുള്ള സമയത്ത് ഉണ്ടായിരുന്ന മിലിറ്ററി പവർ സ്ട്രെങ്തൻ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. The Sultanate rule of Delhi was based on the strength of the army. The sultans always paid attention to maintain a well-equipped army. Market regulation of Alauddin Khilji was a reform implemented with the intention of maintaining a large army with less expenditure. It was necessary to control the price of essential commodities to reduce the military expenditure. As part of this, the government fixed the prices of essential commodities. Hence, the merchants were forced to sell their products at the fixed price. Black marketers and hoarders were strictly punished. The weights and measures are unified. The government established granaries to store the grains brought from peasants. Okay. Next question നമുക്ക് നോക്കാം. What are the factors for determining the flow of a river? What are the factors determining a flow of a river? Volume of water, rock structure, slope of the terrain, amount of sediments. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് റിവറിൻ്റെ ഫാക്ടേഴ്സ്: വോളിയം ഓഫ് വാട്ടർ, റോക്ക് സ്ട്രക്ചർ, സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, amount of sediments. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് 21th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. മൻസബ്ദാരി സിസ്റ്റം, അഷ്ടപ്രധാൻ, അമുക്ത മര്യാദ, ഇക്ത സിസ്റ്റം. അപ്പോൾ മാച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? മൻസബ്ദാരി സിസ്റ്റം അക്ബർ വരും, അഷ്ടപ്രധാൻ ശിവജി വരും, അമുക്ത മര്യാദ കൃഷ്ണദേവരായ വരും, ഇക്ത സിസ്റ്റം സുൽത്താനേറ്റ് റൂൾ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സാലിനിറ്റി? വാട്ട് ആർ ദ കണ്ടീഷൻ ലീഡിങ് ടു വേരിയേഷൻ ഇൻ സാലിനിറ്റി. അപ്പോൾ എന്താണ് സാലിനിറ്റി? അതുപോലെ തന്നെ കണ്ടീഷൻ ലീഡിങ് ടു വേരിയേഷൻ ഇൻ സാലിനിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. സീ വാട്ടർ ഈസ് സോൾട്ടി. ദ ആവറേജ് എമൗണ്ട് ഓഫ് സോൾട്ട്നെസ് ഓഫ് സീ വാട്ടർ ഈസ് 3.5%. ദ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് content in seawater is known as salinity. It is expressed as the grams of the 1000 grams of water. The average salinity of seawater is 35 parts per 1000. This means that 35 grams of salt is present in 1000 grams of seawater. The condition leading to variation in salinity. Salinity will be more in landlocked seas. Salinity increases in areas of high evaporation. Salinity decreases in areas where snow melt water reaches in large quantity. Salinity decreases at river mouths. Okay, അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ് ലീഡിങ് ടു വേരിയേഷൻസ് ഇൻ സാലിനിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ് ഇൻ മിഡീവിയൽ ഇന്ത്യ? അപ്പം മിഡീവിയൽ ഇന്ത്യയിൽ സിറ്റീസ് ഗ്രോ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? Question number 24. How does education help in the growth of human development? അപ്പോൾ എഡ്യൂക്കേഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് മിഡീവിയൽ പീരിയഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്? എഡ്യൂക്കേഷൻ മൂലം എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് in the earlier period majority during this Sultanate period different sections of people including cooks, weavers and leather craftsmen migrated to the cities. The major cities were Agra, Lahore, Delhi, Gandesh, Ahmedabad, Dhaka, Daultabad and Banaras. The rulers got a large number of slaves captured from battles to cities. In the Bhakti movement, he reminds that the Hindu and the Muslim are two wars made out of the same soil, and he tried to promote brotherhood between Hinduism and Islam. The aim of Kabir was to propagate a religion of love, uniting people of all castes and religions. He strongly opposed all discrimination on the basis of caste, religion, class, family and wealth. He focused on the unity of humanity and vehemently opposed caste system and untouchability. He rejected idol worship, pilgrimages and baths in holy rivers. He was not in favor of forsaking family life or accepting sainthood. The ideas of Kabir developed through discussions and deliberations on the basis of Bhakti Sufi tradition. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. The next question, answer the following question. 26 and 27 each carry 6 scores. അപ്പോൾ എന്താണ് 26ഉം 27ഉം ആൻസർ ചെയ്യുക, ഓരോന്നിനും 6 മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഓഷ്യൻ പ്ലേസ് an important role in human life and the environment. Elucidate. അപ്പോൾ എന്താ? ഓഷ്യൻ പ്ലേസ് an important role in human life and environment. ഹ്യൂമൻ ലൈഫിലും എൻവിയോൺമെൻറ്റിലും ഓഷ്യൻ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് പരിശോധിക്കുക. അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. ക്ലൈമറ്റ്. അപ്പോൾ ഓഷ്യൻ മനുഷ്യന്മാരെ ഓരോ വേസിലും ഉപകാരപ്രദമാണ്. അത് ക്ലൈമറ്റ്, മിനറൽ ഡെപ്പോസിറ്റ്, പവർ ജനറേഷൻ, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്ലൈമറ്റ്. Oceans have a decisive role in controlling the climate along the coastal region. The sea breeze during the day and the land breeze during the night regulate the temperature over the coast. Ocean play a part in the formation of weather phenomena like rain, wind and cyclones. Generally, the coastal regions have moderate climate, wherever severe summer and winter prevail in regions away from the sea. Next, mineral deposit. Most of the minerals found on lands are also found in oceans. Apart from the deposits of common salt, bromine, magnesium, chloride, etc., the ocean contains iron ore, coal, petroleum and natural gas. Extraction of petroleum and natural gas from the oil field in the Arabian Sea about 160
62 km to the west of Mumbai shore started in 1974. This oil field is known as Mumbai High. Next, power generation. Waves and tides are used for the generation of electric power. The waves that strike the turbines on the shores produce electricity by turning them. Sometimes reservoirs are constructed for storing seawater. Seawater that enters the reservoir at high tides is released during low tide. The turbine moves at both instances and electricity is generated. Oceans as the source of food. Fish is the important item of food. Japan, Peru, China, Norway and United States are using this as their food. Marine organisms are the source of many medicines. Angane oceans as a source of food. Then drinking water from the sea. We can purify sea water for drinking purposes. The ocean water is purified through distillation in some places in India. The people of Lakshadweep use water obtained through this process. The following are the other uses of oceans to man. Provide several job opportunities in various sectors like fishing, its processing and marketing, possibilities for tourism. Ocean transport is ideal for the transportation of heavy goods at cheaper rate from one continent to another. അടുത്ത ചോദ്യം, explain the erosional and depositional landforms of underground water. Rocks like limestone easily dissolves in rainwater which percolates to form underground water. Hence, the erosional and depositional landforms of underground water are mainly confined to limestone regions. Such landform features are generally called karst topography. The water with dissolved limestone in it drips from the roof of caves. A portion of this mixture remains on the roof of the caves itself. These deposits of lime grows upside down due to long continuous process. These are called stalactites. The deposits of lime on the floor of the cave also grows upward as a result of the deposition from above. This is also called stalagmites. Stalactites and stalagmites do merge together with a form pillar. Limestone caves are formed by erosion, whereas stalactites, stalagmites and limestone pillars are formed by deposition. The Bora cave near Visakhapatnam in Andhra Pradesh is an example for limestone caves. The wonderful landforms have made the caves a tourist hotspot. Okay, നമുക്ക് next question നോക്കാം. Last question, explain the growth of regional languages in medieval India or analyze the important feature of the village autonomy of the Chola period. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യം റീജിയണൽ ലാംഗ്വേജസ് ഇൻ medieval India. അപ്പോൾ ലാംഗ്വേജസ്, വർക്ക് ബ്രാഞ്ച് ഓഫ് ലിറ്ററേച്ചർ, ഓതേഴ്സ്. ബംഗാളി ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻ ടു ബംഗാളി, ശ്രീകാനന്ദ കവീന്ദ്ര. ദെൻ മറാത്തി ഗീതാസ്, വാമന പണ്ഡിറ്റ്, ഒറിയ കാവ്യ, സരളദാസ. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു എസ്സേ പോലെ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ വില്ലേജ് ഓട്ടോണമി ഓഫ് ദ ചോള പീരീഡ്. ആദ്യം ക്വസ്റ്റ്യനൊരു ഇൻട്രഡക്ഷൻ പോലെ 2 ലൈൻ എഴുതുക. ദെൻ ദ ഫീച്ചേഴ്സ് ഓഫ് സഭ ഒരു 4 പോയിന്റ്സ് എഴുതുക. ദ സെപ്പറേറ്റ് റെഗുലേഷൻ ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ സഭ. ദ സഭ were divided into many panchayats with separate responsibilities for administrative convenience. The members of the panchayat were determined through both selection and election. The members were elected annually. അങ്ങനെ 2-3 പോയിന്റ്സ് ചെയ്താൽ. Then all the responsibilities and powers relating to the administration of villages were vested within the Sabha. Receive land for the temples, collect tax for surveying the land, undertake public works for the welfare of the people, keep accounts and records, conduct judicial administration of the village. അപ്പോൾ അത്രയും എഴുതിയിട്ട് അതിൻ്റെ ആൻസർ അവസാനിപ്പിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ഐ ഡി വെച്ചിട്ട് എഴുതുക. ഈ പോയിന്റ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളായിരുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.